ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് ഐറ്റമാണ്. ഇതിന് പാലോ തൈരോ ഒന്നും നമ്മൾക്ക് ആവശ്യമില്ല, പഞ്ചസാരയും നമ്മൾക്ക് വേണ്ട. അതേസമയം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 3 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ 3 കപ്പ് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2-3 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് ഉണ്ടാക്കാം. ഇനി അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. സബ്ജ സീഡ്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ധാരാളം മിനറൽസും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈജഷൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് പ്ലാന്റ് ബേസ്ഡ് ഒമേഗ 3 ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. സബ്ജ സീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ഇത് 15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇത് വീർത്ത് വരും. കുറച്ച് കട്ടിയായിട്ടുള്ള പരുവത്തിൽ വേണം നമ്മൾക്കിത് കിട്ടാനായിട്ട്. ഒരുപാട് ലൂസായിട്ടിരിക്കരുത്. കുറച്ച് കട്ടിയായിട്ടിരുന്നാലാണ് നമ്മൾക്ക് ലെയേഴ്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ നല്ലപോലെ ഇപ്പം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഈ സമയം കൊണ്ട് ഇതിനകത്തേക്ക് വേണ്ട മാങ്ങ പെട്ടെന്ന് നുറുക്കിയെടുക്കാം. ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2-3 മാങ്ങ എടുക്കാം. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. കുറച്ചധികം ചെറുതാക്കിയിട്ട് വേണം നുറുക്കിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾക്കിത് ലേയേഴ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുക. ഇപ്പോൾ ഇതാ നമ്മൾ സബ്ജ സീഡ്സ് മാറ്റി വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് പഞ്ചസാര തീരെ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരമാണ് ഹണി ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് കുറച്ച് മധുരം ഉണ്ടായിരിക്കും. അപ്പം ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഹണി വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഹണി ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം തേങ്ങാപ്പാലിൻ്റെ ചെറിയ മധുരം ഉണ്ടായിരിക്കും. പിന്നെ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മധുരവും നല്ലപോലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഹണിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് ഐറ്റമാണിത്. ഇനി ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിനകത്ത് എടുത്താലും മതി. അതിലാദ്യമേ തന്നെ ഞാൻ സബ്ജ സീഡ്സിൻ്റെ ഒരു ലെയറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നുറുക്കി വെച്ച മാങ്ങ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും സബ്ജ സീഡ്സിൻ്റെ ലെയർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മാറി മാറിയിട്ട് ആ ഗ്ലാസ് ഫുള്ളാവുന്ന വരെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് മാങ്ങ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയ്ക്ക് പകരം ഏത് ഫ്രൂട്ട്സ് എടുത്താലും നല്ലതാണ്. മാങ്ങ തന്നെ വേണമെന്നില്ല. ഏത് ഫ്രൂട്ടായാലും നല്ല പോലെ മധുരമുള്ള ഫ്രൂട്ട്സ് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഞാനിപ്പം ഇവിടെ ഇടയ്ക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങയുടെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പിസ്തയാണ് ഇപ്പം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്നട്ടോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഹണി 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനിപ്പം ഇവിടെ എടുത്തിട്ടുള്ള മാങ്ങ നല്ല മധുരമുള്ള ടൈപ്പാണ്. അതുകൊണ്ട് ഞാനിവിടെ ഹണിയൊന്നും ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത്രയുള്ള നമ്മളുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. പക്ഷേ തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഉണ്ടാക്കിയെന്നുള്ളത് ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.